അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. 1 കിലോ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തലയൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം. നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം ഇതിൻ്റെ വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലെ കറുത്തൊരു സംഭവം ഉണ്ടാവും രണ്ടറ്റത്തും. അത് ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു എടുത്തിട്ട് അതങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നൂല് പോലുള്ള സംഭവം എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ പിന്നെ വയറിന് കേടാവും. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവ് അധികം ഇല്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ഇതുപോലെ 2-3 മുറിച്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പുറത്ത് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യാവുന്നതാണ്. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊഞ്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് ഒരു 1/2 മണിക്കൂറായി. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള ഉലുവ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇടരുത്, കൂടിപ്പോവും. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടിപ്പോവരുത്. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി ഉലുവയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചെറുതായിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർക്കരുത്. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി മൂത്ത് ഒരു ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഉള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 ഒക്കെ എടുത്താൽ മതിയാകും. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 30 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് സവാള എടുത്താലും മതി. ഇപ്പം ചെറിയ ഉള്ളിയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് ഒന്ന് വാടി കിട്ടണം. ഈ ചെറിയ ഉള്ളി ഒന്ന് വാടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളി വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു 10 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളിയില്ല, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുത്താലും മതി. ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു സവാളയും ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ഇപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കൊഞ്ചിൽ ചേർത്തിട്ടുണ്ട്. 10 സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുക. വലിയ തക്കാളി ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. തക്കാളിയെല്ലാം ഒന്ന് വാടി വരണം. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് എടുത്ത് മാറ്റുകയോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ഇതുപോലെ ഒതുക്കി വെക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ചിരിക്കുക. കൊഞ്ചിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, കൊഞ്ചിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഇടയ്ക്ക് ഈ സൈഡിലുള്ള മസാലയും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഞരടി ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ തന്നെയാണ്, നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ കൊഞ്ചിൽ നിന്നും വരുന്ന വെള്ളത്തിൽ തന്നെ ആ കൊഞ്ച് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ കൊഞ്ചിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ള 1-ാം പാലാണ്. നല്ല കുറുകിയ 1-ാം പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇവിടെ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ. തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കാം. കൊഞ്ചൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കൊഞ്ചിൽ നിന്നും ഇറങ്ങിയ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരണം. തേങ്ങാപ്പാൽ ഇതുപോലെ വറ്റി കുറുകി വരുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. സാധാരണ നമ്മൾ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കൊഞ്ച് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അധികം എണ്ണയുടെയും ആവശ്യമില്ല. ഇനി ലാസ്റ്റിൽ നമുക്ക് 2 നുള്ള് കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്